നമസ്കാരം. ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് ഹീറോയിന്റെ ഇലക്ട്രോ എന്ന് പറഞ്ഞ ഈ ബൈക്കിനെ കുറിച്ചാണ്. ഒരുപാട് പേര് ചോദിച്ച ഒരു സംഭവമാണ് ഈ ബൈക്കിന്റെ ഒരു റിവ്യൂടെ. ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. ഇതിപ്പോ ഹീറോയിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ബൈക്കാണ്. പണ്ടും ഹീറോ ഈ ബൈക്കുകൾ ഇറക്കിയിരുന്നു. അത് പക്ഷെ അത്ര സക്സസ് അല്ലായിരുന്നു. കാരണം സക്സസ് അല്ലാത്ത കാരണം എന്ന് പറഞ്ഞാൽ അതിൽ യൂസ് ചെയ്തിരുന്നത് ലെഡ് ആസിഡ് ബാറ്ററി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലിഥിയം അയൺ ബാറ്ററിയാണ്. അതായത് നമ്മൾ മൊബൈലുകളിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബാറ്ററികളാണ്. പിന്നെ പണ്ടത്തെ മോഡലുകളിലെ ബാറ്ററികളെല്ലാം പുറത്തായിരുന്നു, പിന്നെ ഓവർ വെയിറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. ഇതിന്റെ ഡൗൺ ട്യൂബിലാണ് ഇതിന്റെ കൺട്രോളറും ബാറ്ററിയും വരുന്നത്. ഇതിന്റെ ബാറ്ററി യൂസ് ചെയ്തേക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇത് 20 സെല്ലിന്റെ ബാറ്ററിയാണ്. 36 വോൾട്ടാണ് ഈ ബാറ്ററിയുടെ പവർ എന്ന് പറയുന്നത്. പിന്നെ ഈ വണ്ടിയുടെ മോട്ടർ ഇരിക്കുന്നത് ഇതിന്റെ ബാക്ക് വീലിലാണ്, ബാക്ക് ഹബിലായിട്ടാണ് ഇതിന്റെ മോട്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മോട്ടർ എന്ന് പറയുന്നത്. ഇത് BLDC എന്ന് പറഞ്ഞ മോട്ടറാണ്. ഇത് 250 വാട്ടാണ് ഇതിന്റെ പവർ, മോട്ടറിന്റെ പവർ. പിന്നെ ഇതിനെ കുറിച്ച് കുറച്ച് ഡെപ്ത് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ മെയിനായിട്ട് 6 പാർട്സ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു മെയിൻ സംഭവമാണ് നമ്മുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഇതിന്റെ ത്രോട്ടിലാണ്. ഇതിലാണ് നമ്മൾ അതായത് ഈ ബൈക്ക് യൂസ് ചെയ്യുമ്പോൾ ചവിട്ടാതെ നമ്മൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ത്രോട്ടിൽ യൂസ് ചെയ്താണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. പിന്നെ വരുന്ന മെയിൻ ആയിട്ടുള്ള പോർഷൻ ആണ് ഇതിന്റെ അകത്ത് വരുന്ന ബാറ്ററിയും കൺട്രോളറും. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്, അതായത് ഈ ക്രാങ്കിൽ തന്നെ ഒരു 12 മാഗ്നറ്റിക് ഇത് വരുന്ന പാസ് സെൻസർ ഉണ്ട്. അതായത് നമുക്ക് പെഡൽ അസിസ്റ്റ് കിട്ടും. നമുക്ക് ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സാധാരണ നോർമൽ സൈക്കിളിൽ ചവിട്ടുന്ന പോലെ ഓവർ സ്ട്രെയിൻ ചെയ്യണ്ട. ഇതിൽ മാഗ്നറ്റിക് സെൻസറുകൾ കൊണ്ട് പകുതി ചവിട്ടിയാൽ മതി, പകുതി എഫോർട്ട് എടുത്താൽ മതി. അത് പല രീതിയിൽ നമുക്ക് ചവിട്ടാം. പിന്നെ ഇതിന്റെ മോട്ടറാണ് പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം. പിന്നെ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേ ആണ്. നമുക്കിതില് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണ നമ്മുടെ ബാറ്ററിയുടെ ഇതാണ്, ലൈഫാണ്. ചാർജ് കുറവാണെന്നുണ്ടെങ്കിൽ ലോ ആയിരിക്കും, ചാർജ് ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഹൈ. പിന്നെ ഇത് ഓൺ ഓഫ് സ്വിച്ച്. പിന്നെ ഉള്ള ഒരു 3 മോഡിന്റെ സ്വിച്ച് കാണാം. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇപ്പൊ ലോ മോഡിലിട്ടാണ് നമ്മൾ ചവിട്ടുന്നതെങ്കിൽ, അതായത് നമ്മൾ ആക്സിലേറ്റർ ചെയ്യാതെ ലോ മോഡിലിട്ടാണ് ചവിട്ടുന്നതെങ്കിൽ നമുക്ക് 50% പവർ പെഡലിൽ കൊടുത്താൽ മതി. ബാക്കി 50 ബാറ്ററിയാണ് നോക്കുന്നത്. പിന്നെ നമ്മളതൊരു മീഡിയത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ 50 എന്നുള്ളത് 30 ആവും. നമ്മൾ 30% പവർ കൊടുത്താൽ മതി പെഡലിൽ. കുറച്ചുകൂടി ഈസി ആവും റൈഡിങ്. നമുക്ക് സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ മീഡിയത്തിലിട്ട് ചവിട്ടി കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചവിട്ടിപ്പോവാം. ഹൈ മോഡും കൂടി വരുമ്പോൾ ഹൈയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ 30 എന്നുള്ളത് ഒരു 10% വരുള്ളൂ. 10% മാത്രം നമ്മൾ പെഡലിൽ പവർ കൊടുത്താൽ മതി. ബാക്കി ബാറ്ററിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൽ 3 മോഡുകൾ വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. പിന്നെ ഉള്ളത് ഈ 6 km/h എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കൂടി ഉണ്ട്. അതെന്തിനാന്ന് വിചാരിച്ചാൽ, നമ്മൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും കണ്ടു, നമ്മൾ വർത്താനം പറഞ്ഞാണ് സൈക്കിൾ ചവിട്ടുന്നതെങ്കിൽ നമുക്ക് ഇതിൽ നെക്കി പിടിച്ചു കഴിഞ്ഞാൽ, പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ 6 km, അതായത് ഒരാൾ നടക്കുന്ന സ്പീഡിലാണ്. ഒരാൾ നടക്കുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 4-5 ആ സ്പീഡാണ്. അപ്പോൾ ഒരു 6 സ്പീഡിലാണ് ഇത് പോവുള്ളൂ, ഈ സൈക്കിൾ പോവുള്ളൂ. നമുക്ക് അല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ ചെയ്ത് പവർ കൂടുതൽ പോകും. അപ്പോൾ അതിന് എളുപ്പ വഴിയാണ്, നമുക്ക് 6 km സ്പീഡിൽ മാത്രമാണ് ഈ സ്വിച്ചിൽ നെക്കിക്കഴിഞ്ഞാൽ സൈക്കിൾ നീങ്ങുള്ളൂ. നമ്മൾ നോർമൽ പതുക്കെ പോകാൻ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചിൽ നോക്കിയാൽ മതി. അതാണ് അതിൻ്റെ ഒരു ഗുണം.
സൈക്കിള് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 7 സ്പീഡാണ്. ഷിമാനോന്റെ ഗിയറുകൾ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഷിമാനോ TY300 വരും. നമുക്ക് 7 ഗിയറിൽ TY300 തന്നെ ഏറ്റവും അധികമാണ്. പിന്നെ ഫ്രീ വീൽ യൂസ് ചെയ്തിരിക്കുന്നതും ഷിമാനോന്റെ തന്നെയാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ബാക്കിൽ വി ബ്രേക്ക് ആണ്. വി ബ്രേക്ക് യൂസ് ചെയ്തേക്കുന്നത് പ്രോമാക്സിന്റെ ആണ്. പ്രോമാക്സിന്റെ വളരെ നല്ല ബ്രേക്ക് സിസ്റ്റം ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ പ്രോമാക്സിന്റെ തന്നെ കുറച്ച് കൂടിയ വെർഷനാണ്. അതായത് പ്രോമാക്സിന്റെ 310 എന്ന് പറഞ്ഞ മോഡലാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് 36 ഹോള് റിമ്മാണ് വരുന്നത്. അലോയ് റിം തന്നെയാണ്. പിന്നെ ഫ്രണ്ട് ക്വിക്ക് റിലീസ് ആണ്. ബാക്ക് ക്വിക്ക് റിലീസ് അല്ല. ബാക്ക് മോട്ടർ ഉള്ളത് കൊണ്ടായിരിക്കാം, വെയിറ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം ക്വിക്ക് റിലീസ് അല്ല. പിന്നെ പെഡൽ അസിസ്റ്റ് ഉണ്ട്. ക്രാങ്ക് സ്റ്റീൽ ക്രാങ്ക് ആണ്. പിന്നെ ഇതിന്റെ ഫോർക്കിന് 2 ഇയർ ആണ് വാറണ്ടി. ഫ്രെയിമിന് ഇതേപോലെ തന്നെ 2 ഇയർ വാറണ്ടി ഉണ്ട്. ഒട്ടുമിക്ക പാർട്സിനും 2 ഇയർ വാറണ്ടി കമ്പനി പറയുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഹൈബ്രിഡ് ടൈപ്പ് ആണ്. ഇത് തന്നെ 3 കാറ്റഗറിയിലുണ്ട്. MTBയിലുണ്ട്. പിന്നെ MTBയിൽ തന്നെ ഒരു കാറ്റഗറിയും കൂടെ ഉണ്ട്. 27.5 എന്ന് പറഞ്ഞൊരു കാറ്റഗറിയും കൂടെ ഉണ്ട്. കളർ ചേഞ്ച് റെഡ്, സ്കൈ ബ്ലൂ, പിന്നെ നേവി ബ്ലൂ, അങ്ങനെ ഒരു 3 കളറിലാണ് ഇത് വരുന്നത്. അപ്പോൾ ലെക്ട്രോനെ കുറിച്ചുള്ള ചെറുതായിട്ടുള്ള ഒരു റിവ്യൂ ഇതാണ്. നമുക്കിപ്പോൾ ഓഫീസ് യൂസിനൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. നമുക്കിപ്പോൾ ഓഫീസിൽ പോകുന്ന നേരത്തെ ഇപ്പോൾ 10 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ ഉള്ളു ഓഫീസിലേക്കുള്ള ദൂരം. അങ്ങനെ വരുമ്പോൾ നമുക്ക് സൈക്കിളിന് ചവിട്ടി പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിൽ എത്തുമ്പോഴത്തേക്കും വേർത്ത് കുളിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വണ്ടിയാണ്. ഓഫീസിലേക്ക് പോകുമ്പോൾ ബാറ്ററി ഉപയോഗിച്ച് പോവുക, തിരിച്ചു വരുമ്പോൾ ചവിട്ടിക്കൊണ്ടുവരിക. അപ്പോൾ ഒരു എക്സസൈസുമായി നമ്മൾ ഒരു പൊല്യൂഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് പോയിട്ട് വരാം. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ലെക്ട്രോ. ഹീറോ വളരെ റേറ്റ് കുറച്ചാണ് ഇത്തവണ ഇറക്കിയേക്കുന്നത്. പിന്നെ ഇതിന്റെ സർവീസ് കൊടുക്കുമ്പോൾ നമ്മൾ ഓതറൈസ്ഡ് ഇലക്ട്രിക് ഷോപ്പ്, അതായത് ഇലക്ട്രിക് ബൈക്ക് സർവീസ് ചെയ്യുന്ന ഹീറോന്റെ ഓതറൈസ്ഡ് ഡീലറിൽ തന്നെ കൊടുക്കുക. നമ്മൾ മറ്റ് കടകളിൽ സർവീസ് ചെയ്യിക്കാതിരിക്കുക. കാരണം ഇത് ഇലക്ട്രിക് ആണ്. നോർമൽ സൈക്കിൾ പോലെ കാണരുത്. എപ്പോഴും ഓതറൈസ്ഡ് ആയിട്ടുള്ള സർവീസ് സെന്ററിൽ തന്നെ കൊടുക്കുക. ഓക്കെ, താങ്ക് യു.